നമ്മൾ നോക്കാൻ പോണ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഡർ ആൻഡ് ഓർ കൊട്ടേഷൻ ആണ്. സോ ടെൻഡർ ആൻഡ് കൊട്ടേഷനിൽ 4 സ്റ്റെപ്പാണ് മെയിൻലി ഉള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ തിയറി പഠിച്ചതുപോലെ തന്നെ പഴയ കോസ്റ്റ് ഷീറ്റിൻ്റെ ബേസിലായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ബേസ് ചെയ്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ബേസ് ചെയ്ത് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെർസെൻറ്റേജ് ബേസ് ചെയ്തിട്ട് പോകണം. പെർസെൻറ്റേജ് ബേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 ഐറ്റംസ് ഉണ്ട്. 3 ഐറ്റംസ് ഉണ്ട്. 3 ഐറ്റത്തിൻ്റെ പെർസെൻറ്റേജാണ് കണ്ടുപിടിക്കേണ്ടത്. ഫാക്ടറി ഓവർ ഹെഡ്, ഓഫീസ് ഓവർ ഹെഡ് ആൻഡ് ദെൻ സെല്ലിംഗ് ഓവർ ഹെഡ്. ഈ 3 പെർസെൻറ്റേജാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്. സോ ഫാക്ടറി ഓവർ ഹെഡിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത്. ഫാക്ടറി ഓവർ ഹെഡ് മാത്രം ഡയറക്റ്റ് വേജ് വെച്ചാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഓഫീസ് ഓവർ ഹെഡും സെല്ലിംഗ് ഓവർ ഹെഡും വർക്ക് കോസ്റ്റിൻ്റെ ബേസിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് മൂന്നാമത്തെ സ്റ്റെപ്പാണ് കുറച്ച് ട്രിക്കി ആയിട്ടുള്ളത്. തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഫോളോ ചെയ്യണം. റേറ്റ് ഓഫ് പ്രോഫിറ്റ് ഈസിക്കൽ ടു പ്രോഫിറ്റ് ഡിവൈഡ് ബൈ 100 ബൈ സെയിൽസ് എന്നുള്ളത്. അതായത് ഇത് നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ക്ലാരിറ്റിയോടെ പറയാൻ പറ്റും. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. ന്യൂ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. സോ അതോടെ ടെൻഡർ ആൻഡ് കൊട്ടേഷൻ തീരും. നമുക്ക് അടുത്ത പ്രോബ്ലം ടെൻഡർ ആൻഡ് കൊട്ടേഷൻ്റെ ഒരെണ്ണം ചെയ്യാം.